whether you accept religion or not, these human affection, human compassion, these things are, I think, a basic factor for our survival. നവതിയുടെ നിറവിലാണ് ലോകമെങ്ങുമുള്ള ബുദ്ധമതാനുയായികളുടെ ആത്മീയാചാര്യനായ ദലൈലാമ. 90 കഴിഞ്ഞ ടെൻസിൻ ഗ്യാറ്റ്സോ എന്ന 14ാമത് ദലൈലാമ വാർത്തകളിൽ ഇടം നേടുന്നത് തന്റെ പിന്തുടർച്ചയെക്കുറിച്ചുള്ള ചർച്ചകളിലാണ്. പുനർജന്മ പരമ്പരയിൽ വിശ്വസിക്കുന്ന ദലൈലാമ തന്റെ പിൻഗാമി സമയമാകുമ്പോൾ ഭൂജാതനാകുമെന്ന് ലോകത്തോട് വിളംബരം ചെയ്യുന്നു. എന്നാൽ 14ാമത് ദലൈലാമയായി ടെൻസിൻ ഗ്യാറ്റ്സോയെ അംഗീകരിക്കാത്ത ചൈനീസ് ഗവൺമെന്റ് ഇതിനെതിരെ ശക്തമായ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ദലൈലാമയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിലെ ടിബറ്റൻ പ്രവാസ സർക്കാരിന്റെ ചരിത്രം ഇതാ. രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യം, അതിന് പ്രത്യേക തലസ്ഥാനവും രാഷ്ട്രത്തലവനും പൗരന്മാരും. ഇത് ഇന്ത്യയിൽ തന്നെയാണ്. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയ്ക്കടുത്തുള്ള മെക്കിലിയൂഡ്ഗഞ്ച്. ടിബറ്റൻ പ്രവാസ സർക്കാരിൻ്റെ ആസ്ഥാനമാണിത്. ഭരണാധിപൻ ദലൈലാമ. ഹിമവാന്റെ ഹൃദയഭൂമിയാണ് ഹിമാചൽ. ഹിമാചൽ പ്രദേശിൻ്റെ ശൈത്യകാല തലസ്ഥാനമായ ധർമ്മശാലയിലാണ് ടിബറ്റൻ പ്രവാസ സർക്കാരിൻ്റെ ആസ്ഥാനമായ മെക്കിലിയൂഡ്ഗഞ്ച്. 1865 മുതൽ 1870 വരെ പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന സർ ഡൊണാൾഡ് ഫ്രയൽ മെക്കിലൂഡിൻ്റെ പേരിലാണ് മെക്കിലിയൂഡ്ഗഞ്ച് അറിയപ്പെടുന്നത്. മെക്കിലിയൂഡ്ഗഞ്ച് ദലൈലാമയുടെ ആസ്ഥാനം മാത്രമല്ല, ലോകമെങ്ങുമുള്ള ബുദ്ധമതാനുയായികളുടെ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. 1959 ടിബറ്റിലെ പരാജിത വിപ്ലവത്തെ തുടർന്ന് പലായനം ചെയ്ത ദലൈലാമയ്ക്കും സംഘത്തിനും ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകി. 14ാമത്തെ ദലൈലാമയായ ടെൻസിൻ ഗ്യാറ്റ്സോയ്ക്ക് അന്ന് പ്രായം 23. 300 പേരടങ്ങുന്ന അനുയായികളുമായി ഹിമാലയം താണ്ടിവന്ന ദലൈലാമയ്ക്ക് ധർമ്മശാലയിൽ പ്രവാസ സർക്കാർ രൂപീകരിക്കാൻ ഭാരതം അനുമതി നൽകി. ലോകമെങ്ങുമുള്ള ബുദ്ധമതാനുയായികളുടെ ആത്മീയ ഗുരുവായി, ടിബറ്റൻ ജനതയുടെ രാഷ്ട്രീയ നേതാവായി ദലൈലാമ മെക്കിലിയൂഡ്ഗഞ്ചിലുണ്ട്. ഡൽഹിയിൽ നിന്ന് വ്യോമമാർഗം ധർമ്മശാലയിലെ കാംഗ്ര വിമാനത്താവളത്തിലെത്താം. പഞ്ചാബിലെ പത്താൻകോട്ട് നിന്ന് ധർമ്മശാലയ്ക്ക് തെക്കുള്ള നഗ്രോത്തയിലേക്ക് നാരോ ഗേജ് തീവണ്ടിയുണ്ട്. ഡൽഹിയിൽ നിന്ന് 10-11 മണിക്കൂർ യാത്ര ചെയ്താൽ റോഡ് മാർഗവും ഇവിടെ എത്താം. ദലൈലാമ ക്ഷേത്രം എന്നറിയപ്പെടുന്ന നംഗ്യാൽ മൊണാസ്ട്രിയാണ് ലാമയുടെ ആസ്ഥാനം. ടിബറ്റിലെ ആത്മീയ നേതൃത്വത്തിൻ്റെ അനുഷ്ഠാന വിധികൾ ഇവിടെ പിന്തുടരുന്നു. കാലചക്രം, യമന്തകം, ചക്രസംവാരം, ഗുഹ്യസമാജം, വജ്രകില്യം എന്നീ മന്ത്രവിധികൾ ഈ ബുദ്ധവിഹാരത്തിൽ അനുവർത്തിച്ചു വരുന്നു. ദലൈലാമ പരമ്പരയിലെ 2ാമത്തെ ലാമയായിരുന്ന ജെൻഡം ഗ്യാറ്റ്സോ 1564 ടിബറ്റിൽ പ്രവർത്തനരഹിതമായി കിടന്ന ഫെൻഡേഗോൺ ബുദ്ധവിഹാരത്തിൽ സ്ഥാപിച്ച ഫെൻഡേ ലക്ഷേലിംഗ് ആണ് നംഗ്യാൽ ബുദ്ധവിഹാരത്തിൻ്റെ പൂർവ്വക്ഷേത്രം. 1959 ലാസയിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലെത്തിയ ദലൈലാമ ധർമ്മശാലയിലെ മെക്കിലിയൂഡ്ഗഞ്ചിൽ നംഗ്യാൽ ബുദ്ധവിഹാരം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഓം മണിപത്മേഹം എന്നു തുടങ്ങുന്ന ആയിരക്കണക്കിന് അവലോകിതേശ്വര മന്ത്രങ്ങളാണ് മണി പ്രാർത്ഥനാ ചക്രങ്ങളിൽ മുദ്രണം ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥനാ ചക്രങ്ങൾ ഘടികാര ദിശയിൽ കറക്കിയാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജന്മാന്തര സൗഖ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിർവ്വാണത്തിലേക്കുള്ള വഴി തേടി ആയിരക്കണക്കിന് ബുദ്ധമതാനുയായികളാണ് ഇവിടേക്കെത്തുന്നത്. നംഗ്യാൽ താന്ത്രിക് കോളേജ് എന്ന പേരിലും ദലൈലാമ ക്ഷേത്രം അറിയപ്പെടുന്നു. ബുദ്ധമത താന്ത്രിക വിദ്യ പരിശീലിപ്പിക്കുന്ന
ലോകത്തെ പ്രമുഖ കേന്ദ്രങ്ങളിലൊന്നാണിത്. അവലോകിതേശ്വരൻ ശ്രീ ബുദ്ധന് നൽകിയ വാഗ്ദാനപ്രകാരമാണത്രേ ദലൈലാമ പരമ്പര ടിബറ്റൻ ജനതയ്ക്ക് ദൈവനായകത്വം നൽകുന്നത്. ഗാമ പരമ്പരയിലെ 14-മനായ ടെൻസിൻ ഗ്യാറ്റ്സോ ഇപ്പോൾ ഹിമാചലിലെ മെക്കിലിയൂട്ട് ഗഞ്ചിൽ നിന്ന് ലോകത്തിന് ശ്രീ ബുദ്ധന്റെ സന്ദേശം നൽകുന്നു.